മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ട്രെയിൻ ടിക്കറ്റ് കിട്ടാതെ പ്രതിസന്ധിയിലായ കായിക വിദ്യാർത്ഥികൾക്ക് അല്പം ആശ്വാസം. മധ്യപ്രദേശിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് സംസ്ഥാന സർക്കാർ. സ്നേഹമോൾ അതിൻ്റെ വിവരങ്ങൾ നൽകും. സ്നേഹ, വളരെ ഗുരുതരമായ വീഴ്ചയായിരുന്നു. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന കുട്ടികൾ ഇങ്ങനെ ടിക്കറ്റ് കിട്ടാതെ കാത്തിരിക്കുന്ന അവസ്ഥ. അവസാനം പകുതി പൈസ ഫ്ലൈറ്റിന് കൊടുക്കാമെന്ന് പറയുന്നു. അതിൽ പ്രതിഷേധമുണ്ടായപ്പോൾ എന്തായാലും മുഴുവൻ പൈസയും നൽകി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. വലിയ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ആ വീഴ്ച അത് ഗുരുതരമാണ്. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ. എങ്ങനെയാണ് കുട്ടികളെ ഏതു സമയത്ത് അവർക്ക് ഈ മത്സര ഇടത്തേക്ക് എത്താൻ കഴിയും? ദിവിഷ്, നീണ്ട മണിക്കൂർ നേരത്തെ ആശങ്കയ്ക്കാണ് ഇപ്പോൾ ആശ്വാസമായിരിക്കുന്നത്. അതായത് 17-ാം തീയതി കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാനിരുന്ന കുട്ടികൾക്കാണ് വലിയ ദുരവസ്ഥ നേരിടേണ്ടി വന്നത്. ഉച്ചയ്ക്ക് 1:30-ക്കുള്ള മംഗൾദ്വീപ് എക്സ്പ്രസിലായിരുന്നു അവർ മത്സരത്തിൽ പങ്കെടുക്കാൻ മധ്യപ്രദേശിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ട്രെയിൻ എത്താനായ സമയത്തായിരുന്നു ഇവർക്ക് മെസ്സേജ് ലഭിക്കുന്നത്. അതായത് നിങ്ങൾ ആരും ട്രെയിനിൽ കയറേണ്ട കാര്യമില്ല, കാരണം ആർക്കും ടിക്കറ്റ് തന്നെ കൺഫേം ആയില്ല എന്നുള്ള തരത്തിലുള്ള സന്ദേശം അവർക്ക് ലഭിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 20 കുട്ടികൾ ആയിരുന്നു മത്സരത്തിൽ പങ്കെടുക്കാനിരുന്നത്. 20 കുട്ടികളും അധ്യാപകരും ഉൾപ്പെടെ 23 പേരായിരുന്നു മധ്യപ്രദേശിലേക്ക് പുറപ്പെടേണ്ടിയിരുന്നത്. അതിൽ ആകെ 2 കുട്ടികളുടെ ടിക്കറ്റുകൾ മാത്രമായിരുന്നു കൺഫേം ആയിരുന്നത്. തുടർന്ന് ഈ വാർത്തയോട് വിദ്യാഭ്യാസ വകുപ്പ് പ്രതികരിച്ചിരുന്നത് ആദ്യഘട്ടത്തിൽ അതായത് ഒരു കുട്ടിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് ചെലവാകേണ്ടിയിരുന്നത് 13,000 രൂപയാണ്. ആദ്യഘട്ടത്തിൽ പകുതിയോളം തുക സർക്കാർ വഹിക്കുക, പകുതിയോളം തുക കുട്ടികൾ വഹിക്കുക എന്ന ഒരു ധാരണയിലെത്തിയിരുന്നു. പക്ഷേ എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിൽ മുഴുവൻ ഈ പകുതിയോളം തുക തന്നെ വഹിക്കാൻ സാധ്യമായിരുന്നില്ല. അത്തരത്തിൽ സാധാരണക്കാരാണ് തങ്ങൾക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലെന്നായിരുന്നു ഈ കുട്ടികളുടെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. പകുതിയോളം കുട്ടികൾ തിരിച്ചു പോകാൻ തന്നെ തുടങ്ങിയിരുന്നു. മത്സരത്തിൽ പങ്കെടുക്കാൻ സാധ്യമല്ല എന്നും അറിയിച്ചിരുന്നു. ഈ വാർത്ത നമ്മൾ വിദ്യാഭ്യാസ മന്ത്രിയെ വിളിച്ചറിയിച്ചു. തുടർന്ന് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി തൊഴിൽ വകുപ്പിന് കീഴിലുള്ള ഒഡേപെക്കിന് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകുകയായിരുന്നു. തുടർന്ന് മുഴുവൻ കുട്ടികൾക്കും മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. മുഴുവൻ തുകയും സർക്കാർ തന്നെ വഹിക്കാം എന്ന ധാരണയായി ഫ്ലൈറ്റ് ടിക്കറ്റുകൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വിദ്യാഭ്യാസ വകുപ്പ് തന്നെ ബുക്ക് ചെയ്ത് നൽകിയിരിക്കുകയാണ്. നാളെ രാത്രി 9 മണിക്കുള്ള കണക്ഷൻ ഫ്ലൈറ്റിലാണ് കുട്ടികൾ പുറപ്പെടുന്നത്. 15ഓളം കുട്ടികൾ കൊച്ചിയിൽ നിന്നും 8 കുട്ടികൾ കോഴിക്കോട് നിന്നുമാണ് യാത്ര പുറപ്പെടുക. നാളെ ഏതായാലും 9 മണിക്കായിരിക്കും കൊച്ചിയിൽ നിന്നും കുട്ടികൾ യാത്ര തിരിക്കുക. ദിവിഷ്, സ്നേഹമോൾ നയനാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ തീരുമാനമാണ്. ഫ്ലൈറ്റിൽ തന്നെ അവർക്ക് മധ്യപ്രദേശിലെ മത്സരയിടത്തേക്ക് പോകാൻ കഴിയും, മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും. കുറച്ച് മണിക്കൂറുകൾ തീർച്ചയായും ആ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായതാണ്. മത്സരിക്കാൻ കഴിയുമോ എന്ന് പോലും ആശങ്കപ്പെട്ടതാണ്. പക്ഷേ വാർത്ത കൃത്യമായി ഇടപെടലായി മാറുന്നു, മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുന്നു, വേഗത്തിൽ തന്നെ തീരുമാനം വരുന്നു. ആദ്യം പകുതി ടിക്കറ്റ് എന്നത് മാറി ഹാഫ് ടിക്കറ്റ് അല്ല, ഫുൾ ടിക്കറ്റ് തന്നെ സർക്കാർ എടുത്തു കൊടുത്തിരിക്കുന്നു. പക്ഷേ ഇനിയാണെങ്കിലും ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കേണ്ടതാണ്. ഇതിന് ഉത്തരവാദിത്തപ്പെട്ട കായിക വകുപ്പുമായി ബന്ധപ്പെട്ടവർ അല്ലെങ്കിൽ ആ സ്കൂൾ അധികൃതരൊക്കെ കൃത്യമായി കുട്ടികളാണ്, അവരുടെ യാത്ര സുരക്ഷിതമാക്കണം. അതിന് നേരത്തെ തന്നെ കാലേക്കൂട്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. അവസാന നിമിഷം ടിക്കറ്റ് എടുത്ത് വെയിറ്റിംഗ് ലിസ്റ്റിൽ പെടുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കട്ടെ. എന്തായാലും കുട്ടികൾ അല്പം സങ്കടത്തോടെയൊക്കെയാണ് അവർ ഇന്ന് നിന്നെങ്കിലും അവർക്ക് ചെന്ന് കൂടുതൽ തിളങ്ങുന്ന പ്രകടനത്തോടെ നല്ല മികച്ച വിജയവുമായി തിരിച്ചു വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യാം.